താനെന്തോടെ മരിച്ചത് പറയാൻ പോവാ? അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ കവലയിലേക്ക് വാ. ഇപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരാണ്. നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താളേ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ, പെൺവാണിപ്പം. എന്റെ നായരെ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി. പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം. എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു? എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകെ ഒരു മോളാണ്. ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പണിക്കരെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? കണക്ക് പിഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലിനോട് അനുഗ്രഹം വാങ്ങിക്കാം. അനുഗ്രഹം ഇതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? പുഴയോരത്ത് എന്റെ പേരിൽ 15 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ? സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം. പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി. ഇത് പട്ടാള ക്യാമ്പാ, ഇവിടെ പ്രസംഗം വേണ്ട. പൊന്നാരിമംഗലം അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ? അതെ. എങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗലം രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ്. ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചംചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ മൊയ്തീനെ പറയും, ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത്? പടച്ചോനാണ്. സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ പിലാക്കണ്ടി? എന്റെ പൊന്ന് സാറുമാർ, അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെന്റെ വീട്ടിൽ വന്നത്. അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത്? എനിക്കറിയില്ല സാറേ, അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുപരിച്ചിട്ടുണ്ട്. അവരെന്തിനാ തന്നെ കാണാൻ വന്നത്? ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തു. എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു. പിന്നെ
പാർട്ടി യൂത്ത് വിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശയാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ കണ്ടാ താൻ തിരിച്ചറിയോ? അറിയാ സാർ, അതിലൊരുത്തൻ ഹിന്ദിക്കാരനാ. ചോദിച്ചപ്പോ ഹൈക്കമാൻഡിൽ നിന്നാണ് പറഞ്ഞേ. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പൊഴിയോർത്ത് സ്ഥലം വാങ്ങിയത് അവരായിരിക്കണം. അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല. സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. വളരെ അപകടകരമായൊരു ഉദ്ദേശം. അന്ന് പുഴയിൽ മീൻ ചത്ത് പൊങ്ങിയത് നഞ്ച് കലക്കിയത് കൊണ്ടല്ല. ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളിലും സയനൈഡിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു. തന്നെയുമല്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം. എന്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടിയുണ്ടാവും. മതിപ്പിക്കോളൂ. തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയായിരിക്കണം ഇതിന്റെയും പിന്നിൽ. പക്ഷേ സാർ, ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് അവരതിന് തയ്യാറാവോ? സായുധമായ ഒരു അറ്റാക്ക് അല്ല, കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ. കണ്ട നന്നായി. കാണാതെ പോകേണ്ടി വരുന്ന വിചാരിച്ചേ. ഞാൻ നാട്ടിലേക്ക് പോവാ. എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഉണ്ടാവും എൻ്റെ അവിടെ. അമ്മയ്ക്ക് വിമലയെ കാണുന്നുണ്ട്. വരട്ടെ. ഒന്ന് വേഗം ആവട്ടെ. ആരെങ്കിലും കണ്ടാ എന്റെ കച്ചവടം അതോടെ തീരും. കണ്ടല്ലെങ്കിൽ ചെത്ത് കാറിൽ ഞാനും എന്റെ വിഷുവിനാണെന്ന് പറയണം. ഈ വിഷുവിൻ ആരാ കരുതി പോണോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? കൃഷ്ണപുരം ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്കൊന്ന് മുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് ഇതുപോലെ നല്ലതൊന്നും കിട്ടാതെ വന്നപ്പോ കൊട്ടുകൂടി വേരുണ്ടെ മൂല വെട്ടി വായിച്ചരച്ച് ബോധം വന്നപ്പോ കയ്യില് സസ്പെൻഷൻ ഓർഡർ. എന്റെ ജോലി ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ കുമാരനിവിടെ ഒരു മദ്യപ്പുഴ ഒഴുക്കും. ചേട്ട ഇതങ്ങോട്ട് വലിച്ചേ. ഇനി ചേട്ടൻ എന്തിനാ ജോലി? കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളല്ലേ. സാധനമുണ്ടോ? സാധനോ? എന്ത് സാധനം? ഞാൻ ആ പരിപാടിയൊക്കെ എന്നെ നിർത്തി സാറേ. പേടിക്കണ്ട, കുഴപ്പത്തിനല്ല. അത് ശരി, ഭാരതപ്പുഴയിലേക്ക് മണൽ നിറക്കുക. എന്താ? അല്ല, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനത്തെ കുപ്പിയും കാലിയായി സാറേ. मैं सच बोलता है, कल मैं दे दूंगा, जरूर दे दूंगा. ഹലോ, യെസ്. തന്നെയല്ല വിളിച്ചത്. ഞങ്ങളുടെ നാടിന്റെ വരുമോനെ, പട്ടാള വരുമോൻ. വരുമോൻ സാറിന് കുടിക്കാൻ കിട്ടാതെ പൊന്നാരിമെങ്കിൽ താരും കുടിക്കില്ല. ഈ ഞാൻ പോലും. സാർ ഇറങ്ങി വന്നാട്ടെ. വരണം സാർ. താഴോട്ടിറങ്ങിയാൽ പുഴക്കരയിൽ നല്ല കാറ്റുകൊണ്ടിരുന്ന് വീശാം. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ സോങ് കിട്ടുകയല്ല. വരണം, പെട്ടെന്ന് പോവാം. മുസാഫിർ ഹോ യാരോ നഗർ ഹേ നാ ഠികാന മുझे സത്യം പറയാലോ, നിങ്ങൾ ഈ നാടിന് പറ്റിയ വരുമോൻ തന്നെ വെന്നി സാറേ. പക്ഷെ മറ്റവനുണ്ടല്ലോ, അച്ചറ്റ പട്ടര്, അവൻ നാറിയ ചതിയനാ. താൻ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ പട്ടാഭി സാറിനെ തൊട്ടുള്ള കളി വേണ്ട. പിന്നല്ലാതെ ആ പ്രസരത്തിന് എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ പുറകെ നടക്കുന്നത് കെട്ടാനല്ലെന്ന് ഉറപ്പാ. ഇനി കെട്ടാനാണെങ്കിൽ തന്നെ കെട്ടിയും ചത്ത ഒരു ചെതിനെ വേണോ പറയൂ. അതൊന്നും അല്ല, അടുപ്പം കെട്ടാൻ തന്നെയാ. പക്ഷെ സ്നേഹം കൊണ്ടല്ലെന്ന് മാത്രം. കെട്ടിയാളെ നഷ്ടപരിഹാര തുകയും കൂടെ അടിച്ചെടുക്കാമല്ലോ. ഒരു വെടിക്ക് കിളി പോലെ ഒരു പെണ്ണും ഒപ്പം ലക്ഷക്കണക്കിന് രൂപയും. എന്ത് പട്ടാളത്തിന് എന്ത് കാശ് കിട്ടിയാ പുളിക്കുവോ? ആരും കൊതിച്ചു. നീ എന്താടാ പറഞ്ഞത്? വേണ്ട, അയാൾ പണത്തിന് വേണ്ടി ചതിക്കുന്നു. എന്റെ പട്ടാഭി സാർ പണം മോഹിച്ച് നടക്കുന്നു. നിനക്കൊന്നും അറിയില്ലടാ അയാളെ. ആർക്കും അറിയില്ല അയാളെ. കിട്ടുന്ന ശമ്പളം മുഴുവൻ അംഗഭംഗം വന്ന പട്ടാളക്കാർക്കും മരിച്ചുപോയവരുടെ ഭാര്യമാർക്കും അയച്ചു കൊടുക്കാ പാവം. എന്നിട്ടും അയാൾ പറ്റിക്കാന്നല്ലേ? എടോ, വിമലയെ പട്ടാഭി സാറ് തന്നെ കെട്ടും. തന്റെ ഭാര്യയുടെ അനിയത്തിയെ പട്ടാഭി സാറ് തന്നെ കെട്ടണം. അയാളാ കെട്ടേണ്ടത്. ആ മനസ്സ് നീറുന്നത് എനിക്കറിയാം. അങ്ങേരുടെ കൈ കൊണ്ടാ നന്ദു മരിച്ചത്. ആ കൈ കൊണ്ടാ അവന്റെ ജീവനെടുത്തത്. അങ്ങേ
ഇങ്ങനെ തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കണം.